Here I am with my mother. ഇതാണ് എൻ്റെ ക്യാമറ വന്ന് ഈ SNDP-കാരൊക്കെ ഇവിടെ ഭരിക്കാൻ വരണോ അമ്മേ? അല്ല, എനിക്ക് റെക്കോർഡ് ചെയ്യണം. വരണോ ഇവിടെ? SNDP-കാർ ഭരിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ SNDP-കാരെ വല്ലതും എൻ്റെ രക്ഷകർത്താക്കി വെച്ചിട്ടുണ്ടോ ഇവിടെ? ഇവിടെ അല്ല, എൻ്റെ രക്ഷകർത്താവാൻ വല്ലൊരു വരേണ്ട കാര്യമുണ്ടോ ഇവിടെ? ഇവനൊക്കെ ആരാ എൻ്റെ രക്ഷകർത്താവാ? നാട്ടുകാരൊക്കെ നാട്ടുകാരെന്തോ ഈ രക്ഷകർത്താവാൻ നടക്കുന്ന കുറേ അവന്മാരൊക്കെ. എനിക്ക് രക്ഷകർത്താവിനെ ഉണ്ടാക്കാൻ നടക്കുന്ന എന്തിനാ? ഇവനൊക്കെ ആരാ എനിക്ക് രക്ഷകർത്താവിനെ ഇതാക്കാൻ? പ്രധാനമന്ത്രി സോമരാജനും കുട്ടനും സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനും ഒക്കെ എനിക്ക് രക്ഷകർത്താവിനെ കൊണ്ടാ. ഇവനാരാ? ഇവനൊക്കെ ആരാ? പിന്നെന്തോ ഇവനിങ്ങനെ നടക്കുന്ന ഇവന്മാരൊക്കെ എന്തോ എൻ്റെ ഏതാണ്ടൊക്കെയാന്ന് പറഞ്ഞ ഓരോ അവന്മാരെയൊക്കെ ഇതാക്കുന്ന കഥകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ രണ്ട് കഥകൾ ഉണ്ടാക്കാൻ ആണുങ്ങൾ വരുന്നോ? പിന്നെന്തോ ഇവന്മാര് കഥ ഉണ്ടാക്കുന്നത്? പെണ്ണുങ്ങളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി നടക്കുന്നത്. ഹിയർ ഐ ആം വിത്ത് മൈ മദർ. കുറേ അവന്മാരിങ്ങനെ രക്ഷകർത്താവാണ് നടക്കുക. രക്ഷകർത്താവ് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് രക്ഷകർത്താവാണ് ചിലവർക്കൊക്കെ. 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചിലവർക്കൊക്കെ ഇങ്ങ് രക്ഷകർത്താവാണ് നടക്കുക. ഭയങ്കര വേലകളാണ്. ഇവിടെ ഒന്നും ഒരു കാറും ഇല്ല, കണ്ടില്ലേ? ഒരു രക്ഷകർത്താവ് ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ രക്ഷകർത്താവൊന്നും വരുന്നുമില്ല. ചില അവന്മാരങ്ങ് അഭിനയിക്കുക. അവിടെ ഇവിടെയൊക്കെ കയറി ഇരുന്നുകൊണ്ട് അവന്മാർ എൻ്റെ കൂടെ ഇരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടങ്ങ് അഭിനയം. നമ്മുടെ വീട്ടിലെങ്ങും ആരും വരുന്നില്ല. നമ്മുടെ ക്യാമറ ഓഫാക്കുക. അങ്ങനെ ഭയങ്കര രോഗങ്ങളാണ്. ഇന്നലെ നമ്മുടെ ക്യാമറ ഓഫാക്കി. ഇങ്ങനെ കറണ്ട് അങ്ങോട്ട് കളയുക, ക്യാമറ എന്തൊക്കെയോ രീതിയിൽ ഓഫ് ചെയ്യുക. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഇത് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഇങ്ങനെ ഇതാ മൂന്നാമത്തെ ക്യാമറ. മറ്റേത് ഹോൾ ക്യാമറ കണ്ടല്ലോ. ഇത് ഇങ്ങനെ ഈ ഹോളിലെ ക്യാമറ ഓഫ് ചെയ്ത് നിന്നിട്ട് അങ്ങ് ഡ്രാമ നടത്തുന്നത്. ഹോളിലെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് ഡ്രാമയാ. ഇവിടെ ഒന്നും ആരും വരുന്നില്ല. ഇവിടെ ഒന്നും ആരുടെയും ഇതൊന്നും ഇല്ല. ഇന്ന് ജനുവരി 8, 2026. ഇങ്ങനെ നടക്കുക. നമ്മളെ എന്തൊക്കെയോ അങ്ങ് ഇതാക്കാൻ വേണ്ടി. നമ്മുടെ രക്ഷകർത്താവാണോന്ന് ചിലവർക്കൊക്കെ. SNDP-യിലെ ചിലവന്മാർക്ക് ഷീലന്, പിന്നെ ഒരു കൃഷ്ണാബസ് എന്ന് പറഞ്ഞ അവനുണ്ട്, അവന്, പിന്നെ ഈ മന്ദിരത്തിലെ സ്വാമി എന്ന് പറയുന്നവൻ. ഇതൊക്കെ ആരാന്ന് നമുക്കറിയത്തില്ല. ഇവനൊക്കെ നമ്മുടെ രക്ഷകർത്താവാൻ നമ്മളാരെയും വിളിച്ചിട്ടില്ല. നമ്മൾ ആരുടെയൊക്കെ പോകുന്നുമില്ല. അങ്ങ് റോഡിലൊക്കെ നിന്നങ്ങ് അഭിനയിക്കുക. ഫോണും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കും. ഇങ്ങനെ അതുപോലെ ചില ഓട്ടോക്കാരന്മാർ നമ്മളങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഫോണും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക. നമ്മുടെ ആരാ? ഇവനെങ്കിൽ നമ്മൾ നോക്കാറേ പോകുന്ന ഓട്ടോ വിളിക്കുന്ന ഓട്ടോയെ കയറി പോകാനാണ്, അല്ലാതെ ഇവൻ്റെ ഒന്നും കൂടെ പോകാനല്ല. എന്തെല്ലാം കഥകളാണ് ഉണ്ടാക്കുന്നതെന്നറിയാം. ഓട്ടോക്കാരുടെ കൂടെ പോകേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓട്ടോക്കാരൻ്റെയും ഈ നാട്ടുകാരുടെ ഇല്ല, കേരളക്കാരുടെ കൂടെ പോകേണ്ടയും കാര്യമില്ല. ഇതങ്ങ് നടക്കുക. കുറേ അവന്മാർ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. വാണിഭക്കഥ ഉണ്ടാക്കല ജോലിയന്മാർക്ക്. അങ്ങ് കയറി ഇരുന്നോണ്ട് അങ്ങ് അഭിനയിക്കുക. എന്തോ അഭിനയിക്കുക നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും അഭിനയിക്കാൻ കയറിയിരുന്നങ്ങ് അഭിനയിക്കുന്നു. ഓരോ പെണ്ണുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് അഭിനയിക്കുക. പെണ്ണുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ ഇങ്ങനെ ചില പണ്ടിട്ട് കേട്ടിട്ടില്ലേ? കല്യാണ വീരന്മാർ, 100 കല്യാണം കഴിച്ചവന്മാർ, 100 കല്യാണം കഴിച്ചവളുമാർ, അവരെയൊക്കെ കുറിച്ച് അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ നടക്കുന്ന ഇവന്മാരൊക്കെ പല ആൾക്കാരുടെയും സ്വത്തും മുതലുമൊക്കെ തട്ടി നടക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലയോ? ഇങ്ങനെ കുറേ കള്ളന്മാരും കള്ളികളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ഈ സോമരാജൻ എന്ന് പറയുന്നവൻ കെട്ടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ കുറേ എണ്ണത്തിനെ ട്രാപ്പ് ചെയ്ത്. അതുപോലെയാണ് BJP-യുടെ അനിയനെന്ന് പറയുന്നവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒത്തിരി പേരെ ഇങ്ങനെ ട്രാപ്പ് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കെട്ടിത്തൂക്കി അതിനൊക്കെ സഹായിച്ച്. പിന്നെ ലൈഫ് ഇൻഷുറൻസും ഒക്കെ തട്ടിയെടുത്ത് ഇവനിങ്ങനെ നടക്കുക. ഇപ്പോൾ ഒരു ഗൾഫുകാരിയൊക്കെ റെഡിയാക്കി അവർ ഗൾഫിൽ പോയിട്ടുണ്ട്. ഇവൻ ഗൾഫ് വരെ പോയി തിരിച്ചു പോകുന്ന ഇങ്ങനെ നിൽക്കുക. എല്ലാ സ്വത്തും ഇങ്ങനെ എന്നെ കല്യാണം കഴിച്ചവൻ്റെ പേരായിരുന്നു BJP. അവനെ നമ്മൾ ഡിവോഴ്സ് ചെയ്ത് 2019 ജനുവരി 23 ഇങ്ങനെ ഇവനിങ്ങനെ നടക്കുക. ഇപ്പം എൻ്റെ സ്വത്തെ മുതലേ എന്നെ ഇതുപോലെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവനും. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു വടക്കേലെ ഒരു സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനെ